السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ജമാഅത്ത് നമസ്കാരത്തിന് പോകുന്ന സന്ദർഭത്തിലുള്ള മര്യാദകളും പാലിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തിന് പോകുന്ന സന്ദർഭത്തിലും അതുപോലെ പള്ളിയിൽ ഇരിക്കുമ്പോഴൊക്കെ കൈകോർത്തിരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നലെ വിശദീകരിച്ചത്. ഇനി മൗല ഇബ്നു അബ്ബാസ് ശുഅബ എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ സല്ലൈതു ഇലാ ജംബി ഇബ്നു അബ്ബാസ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിരുന്ന് നിസ്കരിച്ചു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഫഖഅതു അസ്ഹാബി, ഫഖഅതു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ വിരല് പൊട്ടിക്കണീനാണ്. നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിരലുകൾ പൊട്ടിച്ചു. ഫലമ്മ ഖുദിയത്ത് സല, അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഉമ്മലക് തുഖഅഖിയു അസാബിഅക് വഅൻത ഫിസ്സല, എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വിരല് പൊട്ടിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അത് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരം സംസാരിച്ചു. എന്ന് പറഞ്ഞാല് നിസ്കരിക്കുമ്പോ വിരല് പൊട്ടിക്കാൻ പാടില്ല എന്നർത്ഥം. സാധാരണ നമ്മളെ കുട്ടികളൊക്കെ നിസ്കരിക്കുമ്പോ അങ്ങനെ എന്ത് ചെയ്യും, വിരല് പൊട്ടിച്ചുകൊണ്ടിരിക്കലുണ്ട്. അതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിലക്കുകയാണ് ചെയ്യുന്നത്. അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ, അങ്ങനെ ഒരാൾ മറന്നുകൊണ്ട് വിരല് പൊട്ടിക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാകുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, വിരല് പൊട്ടിക്കുന്നത് നിസ്കാരം ബാത്തിലാവൂല, പക്ഷെ വലാകിൻ ഫർഖഅത്തുൽ അസാബിയ മിനൽ അബസ്, നിസ്കാരത്തിൽ പാടില്ലാത്ത അനാവശ്യ പ്രവർത്തനത്തിൽ പെട്ടതാണ്. അബസ് എന്ന് പറഞ്ഞാൽ അനാവശ്യ പ്രവർത്തികൾ 3 പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് വരുന്നുണ്ട്. അപ്പൊ അനാവശ്യമായിട്ടുള്ള പ്രവർത്തികളിൽ പെട്ടതാണ്, വർജിക്കേണ്ട കാര്യമാണത്. വൈദാഖാന ദാലിക ഫീ സ്വലാത്തിൽ ജമാഅ, പ്രത്യേകിച്ച് സംഘടിതമായിട്ട് നിസ്കരിക്കുമ്പോൾ ജമാഅത്ത് നിസ്കാരത്തിലാണെങ്കിൽ ഔജബത്ത് തശ്വീഷു അലാ മൻ യസ്മഉ ഫർഖഅതഹ, ആ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് പ്രയാസം ഉണ്ടാക്കുക ചെയ്യുന്നത്, ഒരു തശ്വീഷ് ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുക ഈ ശബ്ദം കേൾക്കും. ഫയകുദു ദാലിക അശദ്ദ ദററൻ മിമ്മാ ലൗ ലം യകുൻ ഹൗലഹു അഹദ്, ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളുള്ള പ്രയാസമാണ് ജമാഅത്തായിട്ടുണ്ടാവുമ്പോൾ അത് പറ്റ വർജിക്കേണ്ടതാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അതുപോലെ സഹാബികളിൽ നിന്നൊക്കെ നമുക്ക് വന്നിട്ടുള്ള ചില ആദാബുകൾ, മര്യാദകളിൽ പെട്ടതാണ്. ഇനി നമ്മൾ പള്ളിയിലെത്തിയാൽ ശ്രദ്ധിക്കേണ്ടത്, പള്ളിക്ക് അടുത്തെത്തുന്ന സന്ദർഭത്തില് ചെരുപ്പ് പ്രവേശിപ്പിക്കാവുന്ന രീതിയിലുള്ള പള്ളികളാണെങ്കിൽ, നമ്മുടെ പള്ളിയിൽ അതിന് സൗകര്യമില്ലെങ്കിലും പലപ്പോഴും ചില പള്ളികളിലൊക്കെ എന്ത് ചെയ്യും, ചെരുപ്പ് ഉള്ളിക്ക് പ്രവേശിപ്പിക്കാൻ സൗകര്യം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞാൻ മുമ്പ് വിവരിച്ചിരുന്നു, പള്ളിയുടെ രീതി എന്തായിരുന്നു, മണ്ണൊക്കെയാണ്. അപ്പൊ അവര് ചെരുപ്പിട്ടുകൊണ്ട് തന്നെ പള്ളിയിൽ കയറും, ചെരുപ്പിട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കുകയും ചെയ്യും. എന്നാൽ ഇന്നും ഇപ്പൊ മക്കത്തും മദീനത്തൊക്കെ ഹറമിലും അതുപോലെ മസ്ജിദ് ഖുബ അങ്ങനെയുള്ള പള്ളികളിലൊക്കെ പോയ ചെരുപ്പ് പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവാം. കാരണം അത്രയും വിശാലുള്ള പള്ളിയായിരിക്കും. ചിലപ്പോ നമ്മൾ കയറിയ വാതിലൂടെ അല്ല പുറത്തു വരിക. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എവിടെ ചെരുപ്പ് വെച്ചെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ചെരുപ്പ് ഉള്ളിൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ചെരുപ്പുകൾ വെക്കാൻ തയ്യാറാക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ വെക്കണം, വേറെ എവിടെയും വെക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെരുപ്പുകളും മറ്റോ വെക്കാൻ പാടില്ല എന്നർത്ഥം. ഇപ്പോ മണലും ഒക്കെ ഉള്ള പള്ളികളാണെങ്കിൽ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാർക്ക് എതിര് നിൽക്കണം. ഫൈനഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖിഫാഫിഹിം, ജൂതന്മാരെ അവര് ചെരുപ്പിട്ട് നിസ്കരിക്കൂല, അതേപോലെ അവർ കാലുറ ധരിച്ച് നിസ്കരിക്കൂല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ നിസ്കരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പിന്നെ എന്നാലും മാലിന്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ ചെരുപ്പ് വൃത്തിയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. ചെരുപ്പിട്ട് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ ചെരുപ്പ് ശുദ്ധിയായിരിക്കണം. കാരണം അബൂ സഅദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പിന്നെ യുസല്ലി ബി അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായിട്ട് നിസ്കരിക്കുകയാണ്. ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട് ഹദീസ്. ഇത് ഖലഅന അലൈഹി ഫവളഅഹു മഅൻ യസാരി, നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ടിട്ടാണ് നിസ്കരിക്കുന്നത്. ആ നിസ്കാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പഴിച്ച് അത് ഇടത് ഭാഗത്ത് വെച്ചു. നിസ്കരിക്കുമ്പോ തന്നെ ചെരുപ്പ് ഊരിയിട്ടത് ഇടത് ഭാഗത്തേക്ക് വെച്ചു. അപ്പൊ ഇത് കണ്ട സഹാബികളൊക്കെ അവരുടെ ചെരുപ്പുകൾ ഊരി. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
നിങ്ങൾ എന്തിനാണ് മാ ഹമലക്കും അലാ ഇൽഖാഇ നിആലിക്കും, നിങ്ങൾ എന്തിനാണ് ചെരുപ്പഴിച്ചു വെച്ചത്? അവര് പറഞ്ഞു റഅയ്നാ കൽഖൈതന അലൈക ഫൽഖൈനാ ബിനിആലിന, നബിയെ അങ്ങ് ചെരുപ്പ് ഊരി വെച്ച് കണ്ടു, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ചെരുപ്പ് അഴിച്ചു വെച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വിഷയമാണ് നമുക്ക് പഠിക്കാറ്. ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അതാനി, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു ആ ചെരുപ്പില് മാലിന്യമുണ്ട്, അഴിച്ചു വെക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അഴിച്ചു വെച്ചത്. എന്നിട്ട് പറഞ്ഞു ഫൈദാ ജാഅ അഹദുക്കും മിനൽ മസ്ജിദി ഫല്യൻദുർ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവൻ നോക്കണം, ആദ്യം ചെരുപ്പിലേക്ക് നോക്കുക. ഫൈൻ റഅ ഫി അലൈഹി ഖദറൻ ഔ അദൻ, ചെരുപ്പിൽ വല്ല മ്ലേച്ഛമോ നജസോ മാലിന്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫല്യംസഹുഹു, അതിനവൻ തുടച്ച് വൃത്തിയാക്കണം, മണ്ണിൽ തന്നെ തുടച്ച് വൃത്തിയാക്കാം. വൽ യുസല്ലി ഫീഹിമ, എന്നിട്ട് ആ ചെരുപ്പുകളിൽ അവന് നിസ്കരിക്കുകയും ചെയ്യാം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന സഹിഹ ഹദീസാണ്. അപ്പൊ ചെരുപ്പിൽ നജസോ മാലിന്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇപ്പൊ നമ്മള് പുറത്തൊക്കെ നിസ്കരിക്കുകയാണ്, വല്ല മൈതാനത്തോ എവിടെങ്കിലുമൊക്കെ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഊരണമെന്നില്ല, അതിൽ നജസൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മതി. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, ഇദാ വത്തിഅ അഹദുക്കും ബിനഅലിഹി അൽ അദാ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് മാലിന്യത്തിൽ നജസില് പിന്നെ ചവിട്ടിക്കഴിഞ്ഞാൽ ഫൈന തുറാബ ലഹു തഹൂറുൻ, അതിന് ശേഷം വരുന്ന മണ്ണ് അതിനുള്ള ശുദ്ധീകരണമാണ്. അപ്പൊ മണ്ണിലൂടെ ചവിട്ടി ഇങ്ങനെ പോകുമ്പോൾ മണ്ണിലൊന്ന് തുടച്ചു കഴിഞ്ഞാൽ എന്തായി, അത് ശുദ്ധിയായി. കഴുകൽ നിർബന്ധമല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ചെരുപ്പ് നേരെ നോക്കിയിട്ട് അല്ലെങ്കിൽ അത് വെക്കേണ്ട സ്ഥാനത്ത് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുന്നു. പള്ളിയിൽ കയറുമ്പോൾ നമുക്ക് മുമ്പ് അറിയുന്നത് പോലെ തന്നെ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓർമ്മല്ലാതെ ഏതെങ്കിലുമൊക്കെ കാലം എന്ന് ശ്രദ്ധിക്കാതെ തന്നെ കയറി പോരില്ല. പക്ഷെ വലത് കാല് മുന്തിക്കണം, അത് സുന്നത്താണ്. വലത് കാല് മുന്തിച്ചിട്ടാണ് പള്ളിക്ക് കയറേണ്ടത്. പിന്നെ പ്രാർത്ഥന, അത് മറക്കുകയും ചെയ്യരുത്. ചെറിയ ഒരു പ്രാർത്ഥന എങ്കിലും നമ്മൾ കാണാതെ പഠിക്കന്നെ വേണം. കാരണം നമ്മൾ നിത്യജീവിതത്തില് കുറഞ്ഞത് 5 പ്രാവശ്യങ്ങളും പള്ളിയിൽ പോകുമല്ലോ. ആ പ്രാർത്ഥനയിൽപ്പെട്ടാണ് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, ബിസ്മി ചൊല്ലിയിട്ടാണ് കയറേണ്ടത്. അത് ഹദീസുണ്ട്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അത് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, സലാത്ത് ചൊല്ലട്ടെ എന്ന് നബിയുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണേ എന്നാണ് പറയുന്നത്. വേറെ ചില ഹദീസിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കയറിയാൽ അവിടുന്ന് പറയും അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം എന്നും കൂടി പറഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട്. അപ്പൊ അതറിയുന്നവർക്ക് അതും പറയാം, അതും പ്രാർത്ഥിക്കല് സുന്നത്താണ്. ഇത് രണ്ടും ചേർത്ത് പറയുകയും ചെയ്യാം. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇടത്തെ കാല് പുറത്തേക്ക് വെച്ച് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് റഹ്മത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ചിലതിൽ അല്ലാഹുമ്മ അസ്ഇംനി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥനകള് നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുക. വേറെയും പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അത് പള്ളിയിൽ കയറുമ്പോ പ്രത്യേകിച്ച്. പിന്നെ പള്ളിയിൽ കയറിയാൽ സലാം പറയല്, എങ്ങനെ സലാം പറയണം, അല്ലെങ്കിൽ സലാം പറയുന്നതിന്റെ രീതി എന്താണ്? അപ്പൊ നമ്മുടെ പള്ളിയിൽ കുറെ ആളുകൾ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സന്ദർഭത്തിൽ വരുന്നവരൊക്കെ ഉറക്ക സലാം പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സലാം അടക്കാനേ ഇവിടെ പള്ളിയിൽ ഇരിക്കുന്നവർക്ക് ഒഴിവുണ്ടാവുകയുള്ളൂ. നിസ്കരിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് കണ്ടുമുട്ടിയാൽ സലാം പറയൂ ഫസല്ലിം അലൈഹി, ഒരാളെ കണ്ടുമുട്ടിയാൽ അവന്റെ മേൽ സലാം പറയണം. അപ്പൊ ഇതിന് പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ കയറി വരുന്ന നമ്മളെ മുന്നിൽ അഭിമുഖീകരിക്കുന്ന ആളുകൾ, നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ, അവരോടൊക്കെ സലാം പറയാം. അത് ഉച്ചത്തിലല്ല. അല്ലെ ഇപ്പൊ ജുമാ ഖുത്ബയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും വന്ന് സലാം പറയാൻ പറ്റും. അപ്പൊ സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും അയാളോട് സലാം പറയുകയാണെങ്കിൽ അയാൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കണം എന്നാണ്. വലൈക്കും സലാം ഒന്നും മടക്കാൻ പാടില്ല, പക്ഷെ കൈകൊണ്ട് അയാള് സലാം മടക്കണം, ആംഗ്യം കാണിക്കണം. അപ്പൊ സലാം പറയാ എന്നുള്ളത് ഇവിടെ ഇമാം നവവി റഹ്മഹുല്ല പറയുന്നുണ്ട്, മുക്തല കലാമി അസ്ഹാബിന അന്നഹു ലാ യുക്റഹ്. നമ്മുടെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അവരെല്ലാവരും അഭിപ്രായപ്പെടുന്ന അന്നഹു ലാ യുക്റഹു, സലാം പറയുന്നത് കറാഹത്തില്ല എന്നാണ്. സലാം പറയാം നിസ്കരിക്കുന്നവനോട്. വഹുലദി യഖ്തദിൽ അഹാദീഥു സഹിഹ, സഹിഹ ഹദീസ് നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അപ്പൊ സലാം നിസ്കരിക്കുന്നവരോട് സലാം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ ഒറ്റക്കൊരു നിസ്കരിക്കുകയാണെങ്കിൽ വേറൊരാൾ കയറി വന്ന് അയാളെ പിന്നെ പേടിക്കേണ്ടതില്ല. പെട്ടെന്നൊരാൾ ബാക്കിൽ ആരാണ് എന്താണെന്ന് അറിയില്ലല്ലോ.
അപ്പൊ അടുത്തുനിന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു നിർഭയത്വം നൽകുകയാണ്, പേടിക്കേണ്ടതില്ല എന്ന് പറയപ്പോ അയാൾക്ക് കൊണ്ട് ആംഗ്യം കാണിച്ചാൽ എന്തായി, അയാൾക്കും ആശ്വാസമാകാം. അപ്പൊ ആ നിലക്ക് സലാം പറയാം, പക്ഷെ ഉച്ചത്തിൽ എല്ലാവരും സലാം പറഞ്ഞ് എല്ലാവരും പ്രയാസപ്പെടുത്തല്ല വേണ്ട, അടുത്തിരിക്കുന്ന ആളുകളോട് സലാം പറഞ്ഞ് ഇരിക്കാൻ വേണ്ട. പിന്നെ ഇരിക്കുന്നതിന് മുമ്പ് തഹിയ്യത്ത് നിസ്കരിക്കണം, നിസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ്, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ എത്തിയാൽ ഫലാ യജ്ലിസ് ഹത്താ യർകഅ റകഅതൈൻ, 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കാനേ പാടുള്ളതല്ല. പള്ളിയിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇരുന്ന വ്യക്തിയെ നബി നീച്ച് നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കാതെ വന്നിരുന്നാണ്, അപ്പൊ നീക്കാൻ പറഞ്ഞു. ഖും ഫസല്ലി റകഅതൈൻ, നീറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ ഇതൊക്കെ ഇതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ളത് നമുക്ക് നാളെ വിശദീകരിക്കാം. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.